ഹലോ, ഞാൻ ഭവിത്. ഞാൻ നിൽക്കുന്നത് കുശാൽ നഗറിനടുത്താണ്. നമ്മളുടെ എലിഫൻറ്റ് ക്യാമ്പില്ലേ, ദുബാര എലിഫൻറ്റ് ക്യാമ്പ്, അവിടുന്ന് ഏകദേശം 6 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു ചിക്ലി ഹൊലെ ഡാം ഇരിക്കുന്നത്. ഇതാണ് ഈ ഡാമിലോട്ട് വരുന്ന ഗേറ്റ്. നിങ്ങൾക്ക് അവിടെ ആ ഡാം കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മൾ ഇതിൻ്റെ പാർക്കിങ്ങിലോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഞാൻ ആർക്കിടെക്ട് ഭവിത്. എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ നടന്ന് ആ ഡാമിൻ്റെ സൈഡിലൂടെ അങ്ങോട്ട് പോകാൻ പോവുകയാണ്. ഏറ്റവും ബെസ്റ്റ് ടൈം ഇങ്ങോട്ട് വരുന്ന ആ ദുബാര എലിഫൻറ്റ് പാർക്ക് കഴിഞ്ഞിട്ട് 11 o'clock അത് ക്ലോസ് ചെയ്യും. അതിന് ശേഷമാണ് ആൾക്കാർ പൊതുവെ ഇങ്ങോട്ട് വരിക. അപ്പം ഏകദേശം 11:30 ഒക്കെ ആകുമ്പോഴാണുള്ള ആൾ കൂടുക. എനിക്കൊന്ന് ഷോപ്സ് എപ്പോഴാണ് ഫുള്ളി ഫങ്ഷണലി വർക്ക് ചെയ്യാൻ തോന്നുന്നു. എൻ്റെ ബാക്കിൽ ഈ ഡാം കാണാൻ കഴിയും. ഇതെനിക്ക് കണ്ടിട്ട് തോന്നുന്ന ഒരു ഗ്രാവിറ്റി ഡാമാണെന്ന്. നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റോൺസ് എല്ലാം കാണാൻ പേവ് ചെയ്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു ഡാമാണത്. നോർമലി ഡാംസ് എല്ലാം പേർപ്പസിന് വേണ്ടി മാത്രമാണ് ഡിസൈൻ ചെയ്യുക. പക്ഷേ ഈ ഒരു കർണാടക സർക്കാർ അതിൻ്റെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റാൻ മുന്നേ ആലോചിച്ചുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം ഇതിൻ്റെ ഈ ഒരു സർക്കുലർ ഹോളിലുള്ള ഒരു ഡ്രെയിനിങ് പോയിൻ്റ് ഭയങ്കര രസമാണ് കാണാൻ. ആ ഒരു ഫോട്ടോ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഡാം ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ ആ ഫോട്ടോ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എൻ്റെ ചാനൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടെ നമുക്ക് 2 മേജർ കടകൾ കാണാൻ പറ്റും, 2 സൈഡിലായിട്ട്. ഓക്കെ, ഇവിടെ പാർക്കിംഗ് ഫീസ് ഇല്ല. പാർക്കിംഗ് ഫീസിന് കൊടുക്കേണ്ട ആവശ്യമില്ല. എൻട്രി ഫീ ഇല്ല. അപ്പോൾ നമുക്ക് വന്നിട്ട് നേരെ കയറിയിട്ട് പുറത്തോട്ട് പോകാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്.